യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. താരിഫ് കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു, അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് ചുറ്റും നടക്കുന്നത്. ട്രംപ് ഏകദേശം 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് കസ്റ്റമൈസ്ഡ് റെസല്യൂഷൻ താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ചൈനയിലേക്കായിരുന്നു. യുഎസിന്റെ ഏറ്റവും പുതിയ നീക്കങ്ങൾക്ക് ശേഷം ചൈന 104% ലെവി നേരിടുന്നുണ്ട്. ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് പാക്കേജിന്റെ ഭാഗമായി ചൈനീസ് താരിഫുകൾ 34% വർദ്ധിപ്പിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ താരിഫ് ബ്ലാക്ക്മെയിലിംഗ് കണ്ട് ഭയപ്പെടുന്നില്ലെന്നും യുഎസ് അടിസ്ഥാനരഹിതമായ കാരണങ്ങളാൽ താരിഫ് ചുമത്തിയതാണെന്നും ചൈന പറഞ്ഞു. ശേഷം യുഎസ് ഇറക്കുമതികൾക്ക് 34% പ്രതികാര താരിഫ് ചുമത്തുമെന്ന് ബെയ്ജിംഗും പ്രതിജ്ഞയെടുത്തു. യുഎസ് കയറ്റുമതിക്കെതിരായ ശിക്ഷാ നടപടികൾ ശക്തമാക്കുമെന്ന് ചൈനീസ് ഗവൺമെന്റ് ഭീഷണിപ്പെടുത്തി. ഈ ഒരു പ്രഖ്യാപനം പിൻവലിക്കാൻ ചൈനയ്ക്ക് ഒരു ദിവസത്തെ സമയം നൽകിയ ട്രംപ് സമയപരിധി പാലിക്കാത്ത പക്ഷം ഏപ്രിൽ 9, അതായത് ഇന്നു മുതൽ അധികമായി 50% താരിഫ് ബാധകമാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നു മുതൽ മൊത്തത്തിൽ അധിക ലെവികൾ 84%. ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 84% അധിക തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റാണ് പ്രഖ്യാപിച്ചത്. ഇതിനർത്ഥം രാജ്യത്തു നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും കുറഞ്ഞത് 104% താരിഫ് ബാധകമായിരിക്കുമെന്നാണ്. ചൈനയുടെ ഇറക്കുമതി നികുതി 104%ആയി ഉയരുമെന്ന വിവരം പുറത്തു വന്നതോടെ യുഎസ് ഓഹരി വിപണി കുത്തനെ ഇടിയുകയായിരുന്നു. ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 320 പോയിന്റ് അഥവാ 0.84% ഇടിഞ്ഞു. S&P 500 1.57%, സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നിലുള്ള നാസ്ഡാക്ക് കോമ്പോസിറ്റ് 2.15% ഇടിയുകയായിരുന്നു. ചൈന പോലുള്ള രാജ്യങ്ങൾ യുഎസിനോട് പ്രതികാരം ചെയ്യാനും തിരിച്ചടിക്കാനും ഒക്കെ തീരുമാനിച്ചാൽ അത് തെറ്റാണെന്നും പ്രസിഡന്റ് ട്രംപിന് ഉരുക്ക് പോലെയുള്ള നട്ടലുണ്ടെന്നും അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നും ലിവറ്റ് ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്തായാലും ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കുറഞ്ഞത് 10% താരിഫ് ഇതിനകം ബാധകമായിട്ടുണ്ട്. ചില രാജ്യങ്ങളിലെ കൂടുതൽ തീരുവകൾ ഇന്ന് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇനി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യാൻ 70 രാജ്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ട്രംപിന്റെ ഉന്നത സാമ്പത്തിക ഉപദേഷ്ടാവായ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുമായും മറ്റു രാജ്യങ്ങളുമായും താരിഫ് കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയാണെന്ന് ട്രംപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കരാറുകളെക്കുറിച്ചുള്ള സാധ്യതയുള്ള ചർച്ചകൾ താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് ഒരു വിലപേശൽ തന്ത്രമായി വർത്തിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഒരു വ്യാപാര കരാറിനുള്ള പ്രതീക്ഷകൾ ഓഹരി വിപണിയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്നും ഇത് മുമ്പുണ്ടായിരുന്ന ചില നഷ്ടങ്ങൾ ഭാഗികമായി നികത്തുമെന്നാണ് പ്രതീക്ഷ.